അപ്പം അതെ, ഗുഡ് മോർണിംഗ്. അപ്പൊ ഡേ 7 നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ ഞങ്ങൾ രാവിലെ എണീറ്റ് ഓരോ ഡേ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ ഞങ്ങൾ തന്നെ മനസ്സിൽ റിയലൈസ് ചെയ്യും, ഓ ഡേ 7 എത്തിയല്ലേ. നമ്മുടെ ടോട്ടൽ ടൂർ പാക്കേജ് ഡേ 14 ആട്ടോ. അപ്പം അതിലെ 2 ദിവസം നമ്മൾ 3 ദിവസം ട്രെയിനിലാണ്. അപ്പൊ ഇനി എത്ര ദിവസമുണ്ട്? ഭയങ്കര വിഷമമുണ്ട് സത്യം തീരുന്ന് പറയുമ്പോഴത്തേക്കിന്. കാരണം ഇനി പോയ കാര്യം തിരിച്ചു തരത്തില്ല. നമ്മുടെ നഴ്സിംഗ് ലൈഫ് ഇവിടെ വെച്ച് എന്തായാലും കഴിയാൻ വേണ്ടി പോണി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പം ഭയങ്കര മിസ് ചെയ്യും ഈ ഒരു ഫ്രണ്ട്സിനെയും നമ്മളെ ഈ ഒരു മൊമെന്റ്സ് ഒക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സീനിയേഴ്സ് ഒക്കെ ഇങ്ങനെ പറയും, നിങ്ങൾ ഇത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നമുക്കപ്പം നമ്മൾ റിയലൈസ് ചെയ്യും. പക്ഷെ നമുക്ക് ആ ഒരു അവസ്ഥ നമുക്കത് മനസ്സിലാവുള്ളൂ, ഓക്കെ ഇത് ആയിരുന്നു എന്നുള്ളത്. ഇപ്പൊ തന്നെയാണ് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇന്നലത്തെ ഓരോരോ വീഡിയോസ് ഇങ്ങനെ ഷോർട്ട് ലോങ് വീഡിയോ ഒക്കെ എടുത്തു നമുക്ക് ഇങ്ങനെ ചിരിയോ ഭയങ്കര ഓരോരോ രസമാണ്. ഇതൊക്കെ നടന്നായിരുന്നല്ലോ എന്ന് നമ്മൾ ആലോചിച്ചു പോയോ ശരിയായി. അപ്പം വീഡിയോ ഒക്കെ എടുത്തെടുക്കുന്ന സത്യം ഒരു മെമ്മറി, ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് തന്നെ ഒരു ഫ്യൂച്ചറിലായാലും നമുക്ക് കണ്ട് നമുക്ക് ചിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ നമ്മളിനി വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലായാലും ഓരോരുത്തരെ കാണിക്കാം, നമ്മളിങ്ങനെ പോയി ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫ്രണ്ട്സ്, ഇതൊക്കെയായിരുന്നു നമ്മുടെ ബാച്ച് മേറ്റ്സ് എന്നൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു മെമ്മറിയാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നമുക്ക് എ ബാച്ച് ബി ബാച്ച് ഉണ്ടല്ലോ. അപ്പം എ ബാച്ച് സൈറ്റ് സീയിങ്ങിന് പോകും, ബി ബാച്ച് എവിടെയാ പോകുന്നത്? CHB പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമുക്കൊരു സ്വീറ്റ്സിന്റെ ബോക്സ് ഒക്കെ കിട്ടിയ അവിടെ ഇന്നിവര് പോകും. അതിന്റെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങള് എവിടെയാണ് ഗംഗാരാം ഹോസ്പിറ്റലിൽ പോകും. അപ്പൊ നിങ്ങൾ എവിടെയാ പോകുന്നത്? സൈറ്റ് സീയിന് പോകും അവര്. ഒക്കെ മറന്നുപോയി എല്ലാം. സൈറ്റ് സീയിങ് എവിടെയാന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. സൈറ്റ് സീയിങ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഓഫ് ടു മണാലിയാണ്. നൈറ്റ് നമ്മളുടെ ജേർണി ഫുൾ ബസ്സിലായിരിക്കും. സോ നമ്മൾ ബി പ്രിപ്പയർഡ് ആണ്. എല്ലാ സ്വെറ്റേഴ്സും എല്ലായിട്ട് നമ്മൾ ഇതാണ്. നമുക്കിനി പോയിട്ട് കാണാം. നമുക്ക് രാവിലത്തെ ചായ ചെയ്തിട്ടാണ് നമുക്ക് ചായ കുടിക്കാം. ഗൈസ് അങ്ങനെ നമ്മളിതാ സെറ്റായി മണാലിയിലേക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാം റെഡിയാക്കി. നമ്മൾ ട്രാവൽ ബാഗ് ഇവിടെ ഒരു റൂമിൽ എടുക്കുന്നുണ്ട്. ട്രോളി നമ്മളിവിടെ ഒരു റൂമിൽ വെച്ച് ലോക്ക് ചെയ്തിട്ടാണ് പോകണം. കാരണം നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നത് കാരണം എല്ലാവരും ഭയങ്കര ഒതുക്കിപ്പിറക്കലാണ്. കാരണം ഗൈസ് നമ്മൾ രണ്ടാമത് പെട്ടി പാക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പെട്ടിയല്ല നമുക്ക്. പിന്നെ കാരണം നമുക്ക് പെട്ടിക്കകത്ത് നമ്മുടെ ബാക്കി സാധനങ്ങളും പിന്നെ ഇവിടുന്ന് വാങ്ങിയ സാധനങ്ങളും പിന്നെ ബാഗിൽ മാത്രം നമ്മൾ 3 ദിവസത്തെ മാത്രം എടുത്താൽ മതി. പക്ഷെ 3 ദിവസത്തിന് നല്ല വെയിറ്റ് ഉണ്ടാകണം. നമ്മൾ പോകുന്ന മണാലിയിലേക്കാണ്. ജാക്കറ്റ് സ്വെറ്റർ ഒക്കെ എടുക്കണം. സോ ഭയങ്കര തിരക്കാണ്. ഫസ്റ്റ് കഴിക്കുകയാണ് എന്താ ദോശയും 2 ചമ്മന്തി. ഗൈസ് അപ്പൊ നമ്മളിത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നു. നമ്മൾ അങ്ങനെ ഈ റൂമിനോട് വിട പറയുകയാണ്. അപ്പൊ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രാവൽ ബാഗ് എല്ലാം സെറ്റ് ചെയ്തിട്ട് താഴോട്ട് പോകണം. എന്നിട്ട് നമ്മള് യെസ് അനിയോള് തിരക്കിലാണ് ഗൈസ്. റൂമൊക്കെ പൂട്ടി ഇറങ്ങി നമ്മൾ ബസ്സിൽ വന്നിരിക്കുകയാണ്. എൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ്. അപ്പം നമ്മൾ 3 പേരാണ് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എയും ബിയും ബാച്ചാണല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് രാവിലെ സൈറ്റ് സീയിങ്ങും വിൻഡോസിലൊക്കെ ഇന്ന് ക്ലാസ് ആണ് രാവിലെ. ഉച്ചയ്ക്ക് അവർക്ക് സൈറ്റ് സീയിങ്, നമുക്ക് ക്ലാസ്. അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈമൾട്ടേനിയസ്ലി ദേ ആർ എൻജോയിങ് ദിയർ ലൈഫ്. ദെൻ വി ആർ സ്ട്രേറ്റ് ഗോയിങ് ടു visit some famous places that is situated in Delhi. So after seeing that we are moving to Gangaram Hospital, Delhi. No, majority are not understanding Malayalam, so I am translator for them. So behind me there is ഓരോ ഭാഷയിലും ഓരോന്ന് പറയും കേട്ടോ. തമിഴ് അങ്ങനെ ഓരോന്ന് പറയും കേട്ടോ പുള്ളിക്കാർ. सो गाइस अब हम लोग साइट सीइंग देखने के लिए जा रहे हैं. उसके बाद हम लोग को एक क्लास है गंगाराम हॉस्पिटल में. उसके बाद हम लोग मनाली जाएंगे. मनाली हम लोग का एक दिन स्टे होगा. उसके बाद हम लोग स्ट्रेट टू अमृतसर. वहाँ पे हम लोग गोल्डन टेम्पल विजिट करेंगे. उसके बाद हम लोग वापस दिल्ली आ जाएंगे. ओके ठीक है. तमिल அப்படி போடு இப்படி போடு நம்ம கிளாஸ் அட்டெண்ட் ചെയ്യാൻ போறோம்.
அப்படி அதுக்கு அப்படி இருக்கே அப்படி இருக்கே நம்ம சைட் சீன் பார்க்கற போறோங்க. പിന്നെ പിന്നാക്ക് നമ്മള് മണാലിക്ക് പോറുമ്പോ ഹിന്ദി അല്ല പറഞ്ഞത്, തമിഴാ പറഞ്ഞത്. നമ്മള് മണാലിക്ക് പോറുമ്പോ അത്ര പോറുമ്പോ. ഓക്കെ, നെക്സ്റ്റ് ഭാഷ ആരെന്താ? കന്നഡ. ಕನ್ನಡ. ನಮ್ಮ ಇಲ್ಲಿ ಡೆಲ್ಲಿಯಲ್ಲಿ സൈറ്റ് സീയിങ് ಮಾಡಿದ അതിനുശേഷം ನಮ್ಮ ಗಂಗಾರಾಮ್ ಕ್ಲಾಸಿಕ್ ಬೇಕವಾ ಹೋಗು. ಹೌದಾ, ಧನ್ಯವಾದ. ഗൈസ്, നിങ്ങൾ ഓർക്കും ഈ 4 കൊല്ലമായിട്ട് മംഗലാപുരത്ത് പഠിച്ചത് കന്നഡ ഒരക്ഷരം അറിയാം ഗൈസ്, നമുക്കറിയാം. ഊട്ട മാടി പിന്നെ എന്നാ ಬೇಕು. അതെ, ബേസിക് ആയിട്ടുള്ള സാധാരണ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പൊ അതേ ആൾക്കാരൊക്കെ വന്നോണ്ടിരിക്കുകയാണ് ബസ്സില്. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എങ്ങോട്ടാണ്? റെഡ് ഫോർട്ട്. നമ്മള് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അകത്ത് നിന്നിട്ട് കാണാം. നമ്മുടെ കുട്ടിക്ക് ഭയങ്കര ദേശസ്നേഹമുള്ള കാരണം സല്യൂട്ട് അടിക്കുകയായിരുന്നു. സല്യൂട്ട് അടിച്ചേ. അപർണവേ 2 വാക്ക് സംസാരിക്കും. ഒച്ചയില്ല കുട്ടിക്ക്. ഈ വ്യൂ ഒക്കെ ഓരോരോ കണ്ടു നടക്കാൻ നല്ല ഭംഗിയുണ്ട്. ആസ്വദിച്ച് നടക്കാണ്, മുഴുകി നടക്കുകയാണ്. ഇതുണ്ടോ, അത്ര രസമല്ല കാണാൻ. ഇപ്പൊ നമ്മളുള്ളത് റെഡ് ഫോർട്ടിന്റെ അകത്താണ്. അകത്തല്ല, റെഡ് ഫോർട്ടിന്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുത്തെ വ്യൂസ് ഒക്കെ നിങ്ങളെ ഈ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കുറെ അധികം നടക്കാനുള്ള കാരണം ക്ഷീണിച്ച്, ഞങ്ങളുടെ മുഖം കാണുമ്പോഴേ അറിയാം ഒരു ഇരുന്ന് വെയിലൊക്കെ അടിച്ച്. ഗൈസ്, എല്ലാരും അടുത്ത് സത്യം പറഞ്ഞ നമ്മളിനി ഒരു സ്ഥലം കൂടെ കാണാൻ പോകുന്നതാണ്, സൈറ്റ് കൊണ്ടതാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ക്ലാസ് ഉണ്ട്. Then we are going to Manali. അങ്ങനെ നമ്മള് ഫോട്ടോക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ബസ്സിൽ പോകണം, കാരണം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. മഴ പ്ലസ് വെയിലാണ് ഇവിടെ. കാട്ടിലെ കുറുക്കന്റെ കല്യാണം. അവിടെ തിരിച്ച് ബസ്സിൽ കയറിയിരുന്നു. എന്താണ് ചെയ്യുന്ന കാര്യം? എന്താവി പൈസ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സ്നാക്സ് ഒക്കെ പയ്യെടുത്ത് കഴിക്കുവാണ്. കുമാർ അപർണാവി എന്തോ കഴിക്കുന്നേ? ആശ്വി എന്തോ കഴിക്കുന്നേ? അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലോട്ടാണ്. അപ്പൊ നമ്മൾ കയറാൻ പോവാണ്. നമ്മൾ 2 ദിവസം മുന്നേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇത് അടച്ചിട്ടേക്കുമായിരുന്നു, സ്റ്റാഫില്ലെന്ന്. പിന്നെ എന്തായാലും തുറന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഗാന്ധി സ്മൃതി മ്യൂസിയത്തിലെത്തി. നമ്മൾ അവിടെ എല്ലാം ഫുള്ളും ചുറ്റിയെല്ലാം കണ്ട് നമുക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയെല്ലാം. പക്ഷെ നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഗാന്ധിജിയുടെ ഹാൻഡ് റൈറ്റിംഗ്. അവന് ഓരോ സംഭവം ഗാന്ധിജിയെ പറ്റിയുള്ള എല്ലാം നമുക്ക് അവിടെ വിശദമായിട്ട് പറഞ്ഞായിരുന്നു. അതേന്ന് വെച്ചത് ഫുഡും കഴിച്ച് നമ്മൾ അടുത്ത ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പം നമ്മളിന്ന് പോയത് ഗംഗാറാം ഹോസ്പിറ്റലിലായിരുന്നേ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവർ പറഞ്ഞു തന്നിട്ട് അവിടുത്തെ ഹോസ്പിറ്റലും കൂടി വിസിറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങിയത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു മാഡം അവിടുത്തെ ഹോസ്പിറ്റലെല്ലാം ഫുള്ളും പറഞ്ഞു തന്നായിരുന്നേ. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ഹോസ്പിറ്റല്? ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലാണ്. ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നേരെ തിരിച്ച് ബസ്സിലേക്ക് കയറുക. നമുക്കിനി ചായ കുടിക്കാൻ വേണ്ടി പോകണം. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ വിൻഡോസില്ല കണ്ടുമുട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അറിയത്തില്ല, നോക്കാൻ കഴിയും.
നമ്മൾ ഇപ്പോൾ ഇറങ്ങി, ബസ്സിൽ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ എവിടെയായിട്ടാണ് പോകുന്നത്? എന്തോ മഹാത്മാഗാന്ധി മ്യൂസിയം. എക്സാക്ട്ലി, ഇവിടെ ഡോണ്ട് നോ ഗൈസ്. ഭയങ്കര അറ്റൻറ്റീവാണ് ആര്യന്ത എപ്പോഴും. ഓൾവേസ് ആര്യന്റെ തട്ട് താണേ ഇരിക്കത്തുള്ളടാ. അതാണ് ആര്യന്ത. ഐ മീൻ പൊങ്ങി. അത് തന്നെ. എന്താണ് ആ സംഭവം തന്നെ ഗൈസ്. മറ്റേത് ആര്യന്ത ഫ്ലവർ അല്ലടാ, ഫയറാണ്. അതാണ്. അപ്പൊ ഗൈസിന് ചെന്നിട്ട് കാണാം. നമ്മളിന്ന് പോയ സ്ഥലത്തിനെല്ലാം ഒരു കോമൺ ആയിട്ടൊരു പ്രത്യേകത ഉണ്ട്. എന്താന്ന് പറയാമോ? ഹലോ, ഒത്തിരി നടക്കാനുണ്ട് ഗൈസ്. ഞാൻ ചമ്മിപ്പോയി. ഞാൻ ചെറുതായിട്ടൊന്ന് ചമ്മി. ആരും എനിക്ക് ഉത്തരം തന്നില്ല. എന്നിരുന്നാലും ഞാൻ ആ ചമ്മൽ ജനങ്ങൾക്ക് ആരും ഉത്തരം പറയാറില്ല ഗൈസ്. ഏറ്റവും വലിയ വന്നൂത്തിയാ വന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ വന്നൂത്തിയാ നീ അപ്പൊ ഗൈസ് നമുക്ക് കുറെ നടക്കാനുണ്ട്. നടന്ന് അനിതയോട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കും കേട്ടോ ഗൈസ്. ഇതാണ് ഇതിന്റെ അകത്തൊരു വ്യൂ. നമ്മുടെ പുറത്ത് കാണുന്നതാണ്, ശരി നമ്മുടെ പുറകിൽ കാണുന്നതാണ് അപ്പൊ ഗൈസ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചായയൊക്കെ കുടിക്കണം, എന്നിട്ട് കാണാം. ഇപ്പം നമ്മുടെ ടീ ബ്രേക്കാണ്. നമുക്കപ്പോൾ ചായയും കാപ്പിയും വിശന്നിരിക്കുന്ന പറഞ്ഞാൽ ആര്യന്ത അല്ലാണ്ട് മാറിയത്. അതുകൊണ്ടാണ് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. കുറച്ച് ഫുഡ് തിന്നു കഴിയുമ്പോൾ അവർ ഡബിൾ സ്ട്രോങ്, ഡബിൾ ഓക്കെ ആയിരിക്കും. അല്ലേടാ? ഹലോ ഗൈസ്, അപ്പം ഇപ്പം നമ്മൾ മണാലിക്ക് പോകുന്ന വഴിയാണ്. ഇപ്പം ഹരിയാനയിൽ ഏതൊരു പാട്ടിലാണ് നിർത്തിയേക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. അപർണാമയെ പറയുന്ന അപർണ കാരണം തുടർച്ചയായി നമ്മുടെ 5-6 ബ്ലോഗിൽ ഉണ്ടായിരുന്ന കാരണം അപർണയ്ക്ക് നാണമാണ് ഇപ്പം നമ്മുടെ ബ്ലോഗിൽ വരാൻ. അപർണ വരുന്നില്ല. ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം നിന്നെ തിരക്കുന്നവാ. ഓക്കെ ഗൈസ്, അപ്പം ആര്യന്തൊക്കെ എന്താ പറയാനുള്ളത്? ഗൈസ് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പത്തേ നമ്മളെല്ലാരും ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഗൈസ്. എല്ലാവർക്കും തണുക്കുന്നുണ്ട്, എനിക്ക് മാത്രം തണുക്കുന്നില്ല ഗൈസ്. നമ്മൾ അങ്ങനെ ഫുഡ് എത്തി കുറെ നേരം കാത്തിരുന്നായിരുന്നു. നല്ല വിശപ്പുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചാൽ നല്ല തണുപ്പുണ്ട്, കുറച്ചൊക്കെ സഹിക്കാനും പറ്റും. ഗൈസ് നമുക്ക് പിന്നെ കഴിക്കാൻ ഗീ റൈസ്, ചിക്കൻ കറി, സാലഡ്, അച്ചാർ. അങ്ങനെ നമ്മുടെ ഇനി മണാലിയിലേക്കുള്ള ഒരു നൈറ്റ് ജേർണി ഫുൾ ബസ്സിലായിരുന്നേ. അതുകൊണ്ട് ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം.